മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത് സ്നൈറ്റെ ഒരു വലിയ ആഘോഷത്തോടെയൊന്നുമല്ല. അതൊരു വലിയ വേദനയുടെ കഥയാണ്. ഒരു സിനിമയുടെ പിറവി, ഒരു കലാകാരിയുടെ ഒളിച്ചോട്ടം, പിന്നെ ഒരു വലിയ സ്വപ്നത്തിന്റെ തകർച്ച. സത്യത്തിൽ അന്നവിടെ തുടങ്ങിയ ആ പോരാട്ടം ഇന്നും തീർന്നിട്ടില്ല. അതിന് രൂപമൊന്ന് മാറിയെന്ന് മാത്രം. നമുക്ക് ആ കഥയിലേക്ക്, ആ ആദ്യത്തെ മുറിവിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം, ഇത് ഇന്നത്തെ കാലത്തെക്കുറിച്ചല്ലേ പറയുന്നതെന്ന്. എന്നാൽ പതിറ്റാണ്ടുകളായി നമ്മുടെ സിനിമ നേരിടുന്ന ഒരു പോരാട്ടത്തിന്റെ നേർചിത്രമാണിത്. കലയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആ കറുത്ത തുണികൾ ആദ്യമായി വീണത് മലയാള സിനിമയുടെ ജനന സമയത്തു തന്നെയാണ്. ആ കഥയറിയാൻ നമുക്ക് ഒരുപാട് പുറകോട്ട് പോകേണ്ടി വരും. ഏതൊരു വലിയ കാര്യത്തിന് പിന്നിലും, അതായത് ഒരു വലിയ തുടക്കത്തിന് പിന്നിലും ഒരാളുടെ ഒരു സ്വപ്നം കാണും, അല്ലേ? മലയാള സിനിമയുടെ കഥയും അങ്ങനെയാണ്. ഒരൊറ്റ മനുഷ്യന്റെ അടങ്ങാത്ത ഒരു ആഗ്രഹത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഇദ്ദേഹമാണ് ജെ.സി. ഡാനിയൽ. മലയാള സിനിമ എന്നൊരാശയം, അതിന് ജീവൻ കൊടുക്കാൻ വേണ്ടി സ്വന്തം കയ്യിലുള്ളതെല്ലാം വിറ്റുപെറുക്കിയ, ജീവിതം തന്നെ പണയം വച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ആ ഒരു പാഷൻ, ആ ത്യാഗം, അതാണ് മലയാള സിനിമയുടെ ആദ്യത്തെ കാൽവെപ്പിന് കാരണമായത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം 1928 നിർമ്മാണം പൂർത്തിയാക്കി. 1930 നവംബർ 7 മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തി. നമ്മൾ ഓർക്കണം, അതൊരു സൈലന്റ് ഫിലിം, അതായത് നിശബ്ദ ചിത്രമായിരുന്നു. അന്നത്തെ കാലത്തെ പ്രേക്ഷകർക്ക് അത് തികച്ചും പുതിയൊരു അനുഭവമായിരുന്നു. പക്ഷേ ആ പുതിയ അനുഭവം ഒരു വലിയ കൊടുങ്കാറ്റിനാണ് അവിടെ തിരികൊളുത്തിയത്. വിഗതകുമാരൻ എന്ന സിനിമയുടെ കഥയേക്കാൾ ഒരുപാട് നാടകീയമായിരുന്നു അതിലെ നായികയുടെ ജീവിതം. ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ സ്വന്തം നാടിന് തന്നെ വേണ്ടാതായ ഒരു പെൺകുട്ടിയുടെ കഥ. ഇവരാണ് പി.കെ. റോസി, മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നായിക. സത്യത്തിൽ ഒരു താരമായി ആഘോഷിക്കപ്പെടേണ്ടിയിരുന്ന അവർ ഒരു രക്തസാക്ഷിയായി മാറുകയാണ് ഉണ്ടായത്. എന്തായിരുന്നു റോസി ചെയ്ത ആ മഹാ അപരാധം? അവർ ചെയ്ത കുറ്റം ഇതായിരുന്നു. ഒരു ദലിത് സ്ത്രീയായിരുന്ന അവർ സിനിമയിൽ ഒരു സവർണ കഥാപാത്രമായ നായർ സ്ത്രീയെ അവതരിപ്പിച്ചു. കലയുടെ ലോകത്ത് ജാതിയുടെ അതിർവരമ്പുകൾക്ക് സ്ഥാനമില്ലെന്നവർ കരുതിക്കാണും. പക്ഷേ സമൂഹത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല. അതൊരു വലിയ അപരാധമായിട്ടാണ് അന്ന് പലരും കണ്ടത്. അതിനവർക്ക് കിട്ടിയ ശിക്ഷ അതിക്രൂരമായിരുന്നു. സിനിമ തിയേറ്ററിൽ ഓടുമ്പോൾ സ്ക്രീനിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞു. ഒരു പറ്റം ആളുകൾ റോസിയുടെ വീട് വളഞ്ഞ് തീയിട്ടു. അവസാനം സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം അവർക്കാരും കാണാതെ ആ നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. പിന്നീട് റോസിയെ ആരും കണ്ടിട്ടില്ല. റോസിയുടെ ജീവിതം മാത്രമല്ല ഇരുട്ടിലായത്, ആ സിനിമയുടെ ഭാവിയും അതോടുകൂടി അവസാനിക്കുകയായിരുന്നു. ആ ആദ്യത്തെ കലാസൃഷ്ടിക്കും അതിന്റെ സംവിധായകനും പിന്നീട് എന്ത് സംഭവിച്ചു? സമൂഹത്തിൽ നിന്നുള്ള ഈ കടുത്ത എതിർപ്പ് കാരണം വിഗതകുമാരൻ വലിയൊരു സാമ്പത്തിക പരാജയമായി. തന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം വിറ്റ് സിനിമയെടുത്ത ജെ.സി. ഡാനിയൽ അതോടെ പൂർണ്ണമായും തകർന്നുപോയി. പക്ഷേ ഏറ്റവും വലിയ ട്രാജഡി അതല്ല. മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന ചരിത്രപരമായ പ്രാധാന്യമുള്ള ആ ചിത്രത്തിന്റെ ഒരു പ്രിന്റ് പോലും പിന്നീട് നഷ്ടപ്പെട്ടുപോയി. അതായത് ഇന്ന് നമുക്ക് കാണാനായി വിഗതകുമാരന്റെ ഒരൊറ്റ ഫ്രെയിം പോലും ബാക്കിയില്ല. നമ്മുടെ ചരിത്രത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് അവിടെ ഇല്ലാതായത്. ഒരു കലാരൂപത്തെ സമൂഹം വിചാരിച്ചാൽ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി അത് മാറി. റോസിയുടെ കഥ ചരിത്രത്തിലെ ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നെങ്കിലെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അങ്ങനെയല്ല. കലയെയും കലാകാരന്മാരെയും നിശബ്ദരാക്കാനുള്ള ശ്രമം ഇന്നും തുടരുന്നുണ്ട്. അന്ന് അതിന്റെ കാരണം ജാതിയായിരുന്നെങ്കിൽ ഇന്ന് ആ ഭീഷണിക്ക് പുതിയ പല മുഖങ്ങളുമുണ്ട്, പുതിയ പേരുകളുണ്ടെന്ന് മാത്രം. അന്ന് സിനിമയ്ക്ക് നേരെ എറിഞ്ഞത് കല്ലുകളായിരുന്നു. ഇന്നെറിയുന്നത് സെൻസർഷിപ്പിന്റെ കത്രികകളും നിരോധന ഭീഷണികളും പിന്നെ സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ട ആക്രമണങ്ങളുമാണ്. പോരാട്ടം ഒന്നുതന്നെ, പക്ഷെ ആയുധങ്ങൾ മാറിയിരിക്കുന്നു. ഇന്ന് ഒരു സിനിമയെ തകർക്കാൻ ഒരുപക്ഷെ കല്ലെറിയുക പോലും വേണ്ട, സെൻസർ ബോർഡിന്റെ ഒരു കത്രിക മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ താൽപ്പര്യം മതി, അതുമല്ലെങ്കിൽ മതവികാരം വ്രണപ്പെട്ടു എന്നൊരു പരാതി മതി. ഇതെല്ലാം ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ വീഴുന്ന പുതിയ കാലത്തെ പൂട്ടുകളാണ്. അപ്പോ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. വിഗതകുമാരന്റെ ആ കാലത്തുനിന്ന് ഇന്ത്യൻ സിനിമ ശരിക്കും എത്ര ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്? നമ്മളെപ്പോഴും സിനിമയുടെ കളക്ഷൻ, അതിന്റെ ബഡ്ജറ്റ്, ഇതൊക്കെയാണ് ചർച്ച ചെയ്യാറ്. എന്നാൽ ഇന്ത്യൻ സിനിമ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി അതൊക്കെയാണോ? അതോ സത്യം തുറന്നു പറയാനും പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനും ഭയക്കേണ്ടി വരുന്നൊരവസ്ഥയല്ലേ യഥാർത്ഥ പ്രശ്നം? രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ ഒരു സിനിമയെ മുറിപ്പെടുത്തുകയോ ചിലപ്പോൾ ഇല്ലാതാക്കുകയോ ചെയ്യുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെടുന്നത് ആ സിനിമ മാത്രമല്ല, നമ്മുടെയെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയല്ലേ? അവസാനമായി ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്.
പി.കെ. റോസി അന്ന് നേരിട്ട അതേ അസഹിഷ്ണുതയുടെ പുതിയ രൂപങ്ങൾ തന്നെയല്ലേ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്? അതായത് പോരാട്ടം ഒന്നു തന്നെ, അതിന്റെ രൂപവും ഭാവവും കാലത്തിനനുസരിച്ച് മാറിയെന്ന് മാത്രം. ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്.